നമസ്കാരം. ഇന്ന് ഷോ ദ സ്പിറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഹബീബ് റഹ്മാനാണ്. കാസിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് എത്തിയിരിക്കുന്നത്. ഒപ്പം പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഈ കേസിലുണ്ട്. അതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ അതിലെന്താണ് ഹബീബ് റഹ്മാന്റെ റോള് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. നമുക്ക് അദ്ദേഹത്തിലോട്ട് കിടക്കാം. നമസ്കാരം സർ. തീർച്ചയായും ഹബീബ് റഹ്മാന് കാസി CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണവുമായിട്ട് വേറെ എന്തൊക്കെയോ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് എന്നാണ് പൊതുസമൂഹം പറയുന്നത്. ഇത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം. അതിൻ്റെ ഒരു വ്യക്തത എന്ന രീതിയിൽ CBI ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിലെവിടെയും ഹബീബ് റഹ്മാന്റെ പേരോ അല്ലെങ്കിൽ ഹബീബ് റഹ്മാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ പരാമർശിക്കുന്നതായി അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്താണ് സത്യാവസ്ഥയിൽ എന്താണ് ഹബീബ് റഹ്മാന്റെ റോള്? കാസിയുടെ മരണം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കാഞ്ഞങ്ങാട് DYSP ആയിരുന്നു. എൻ്റെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ടതാണ് ബേക്കൽ സ്റ്റേഷൻ. ബേക്കൽ സ്റ്റേഷനിൽപ്പെട്ടതാണ് കീഴൂർ, ചെമ്പിരിക്ക എന്നീ സ്ഥലങ്ങൾ. അന്ന് രാവിലെ സാധാരണ ഇതേപോലെ ഞങ്ങളുടെ SIമാരൊക്കെ രാവിലെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് ബേക്കൽ SI, അതായത് ഫെബ്രുവരി 15 2010, ബേക്കൽ SI കുറേ കൂടി രാവിലെ എന്നെ വിളിച്ച്, രാവിലെ ഒരു 7 മണിക്കാമറ്റും എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, കടലിൽ ഒരു മൗലവിയുടെ മൃതദേഹം കാണുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ശരി, അത് അങ്ങനെ മൗലവീൻ്റെ ആണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തു എന്ന് പറയും. അത് കഴിഞ്ഞ് അവൻ അവിടെ എത്തിയിട്ട് എന്നോട് വീണ്ടും പറഞ്ഞു, എന്നെ ഒരു മൗലവിയുടെ മൃതദേഹം തന്നെയാണ്, അത് ഈ പ്രദേശത്തുള്ള ഒരു കാസിയുടെ ആണ്. അയാൾക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല, SIക്ക് വിവരമില്ല, അയാളെ കുറിച്ചിട്ടൊന്നും അറിയില്ല, അതിലെ പ്രാധാന്യമോ അല്ല മറ്റോ ഒന്നും അറിയില്ല. മൗലവി ഖാസിയാണ്, ചെമ്പിരിക്ക ഖാസിയാണെന്നും പറഞ്ഞു അവിടുത്തെ ആൾക്കാരൊക്കെ ആ ബോഡി എടുത്ത് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റേതായ വഴിയിൽ നിങ്ങൾ പിന്നെ FIR ഒക്കെ ഇട്ട് ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കാനുള്ള ശ്രമം നടത്തിക്കോ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും, എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ CI ആയിട്ട് ബന്ധപ്പെടും, നിങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം, അപ്പോൾ അയാളെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. എനിക്കിതേപോലെ കല്യാണത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രാതലിന് വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ പ്രാതൽ കഴിക്കാൻ വേണ്ടി ഒരു 8:30 ഉള്ളിലായിരിക്കും ഞാൻ അവിടെ വീട്ടിലേക്ക് പോയി. ആ സമയത്താണ് എന്നെ നല്ല പരിചയമുള്ള എനിക്കറിയാവുന്ന അബ്ദുല്ല എന്ന് പറയുന്ന അവിടെ കീഴൂർ പിന്നെ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം എന്നെ വിളിച്ചോ ഞാൻ അങ്ങോട്ട് വിളിച്ചോ എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. എന്നാലും അദ്ദേഹത്തോട് സംസാരിച്ചു ഞാൻ. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, പിന്നെ നമ്മുടെ സാലിയാർക്ക മരിച്ചു പോയി സാർ, നിങ്ങളൊന്ന് സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങളുടെ സേവനം ഇവിടെ വേണം, നിങ്ങൾ വന്നാൽ ജനങ്ങളൊന്ന് അനുസരിക്കും, കാരണം ജനങ്ങളൊന്ന് ഇളകിയിരിക്കുകയാണ്. അപ്പം ഞാനും കുറച്ച് വല്ലാതായി. ഞാൻ അങ്ങനെ ഇവരെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നും കൂടി അദ്ദേഹത്തിനെ വിളിച്ച് ഉറപ്പ് വരുത്തി, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, എങ്ങനെ അവിടെ ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ പ്രസൻസ് അടിയന്തരമായിട്ട് വേണം. ഈ വ്യക്തി പറഞ്ഞു കീഴ് അതിൻ്റെ ആ മഹലിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പിന്നെ വളരെ എന്നെ വേദനിപ്പിച്ചു. കാരണം അദ്ദേഹം എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അതെന്തോ ഒരു സംഭവം നടക്കുമെന്നുള്ള ഒരു പേടിയോ ഭയത്തോടു കൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഇത് കരഞ്ഞുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്, കരയാണ്, നിങ്ങളൊക്കെ മരിച്ചു പോയി. അപ്പം ഞാൻ അതിൻ്റെ ഗൗരവത്തിലെടുത്ത് ഞാൻ തുടർന്ന് ഞാൻ CIനെ വിളിച്ചു. സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞ് ഉള്ള പാർട്ടിയുമായി നിങ്ങൾ പിന്നെ ചെമ്പരിക്ക കടപ്പുറത്തേക്ക് പോകും, അവിടെ ഹാവി മരിച്ചു കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്, അതിലൊരു ദുരൂഹത അവർ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. SI മാത്രം പിന്നെ ഇടപെട്ടെത്തിയിരുന്ന പ്രശ്നമല്ല, അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ പാർട്ടിയും പോകും, ഞാൻ പുറകെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ സ്ഥലത്തേക്ക് പിന്നെ എത്തുന്നത്. ഏകദേശം 9 മണിയായി കാണും. പലരും എന്നെ 6 മണിക്ക് ഞാൻ അവിടെ എത്തി, എന്നിട്ട് അവിടെ പിന്നെ തെളിവുകൾ നശിപ്പിച്ചതെന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. എന്നെക്കുറിച്ചിട്ട് അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു. 6 മണിക്ക് ഞാൻ അവിടെ എത്തിയെന്നും
അവിടെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി പിന്നെ DYSP ഹബീബ് റഹ്മാൻ നേരത്തെ എത്തി തെളിവ് നശിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ അവിടെ കൊടുത്ത് കിടത്തിയതെന്നൊക്കെ ആൾക്കാർ ഘോരഘോരം പ്രസംഗിക്കുന്നത്. അത് ഞാൻ എൻ്റെ FB പോസ്റ്റിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാലും ഒന്നും കൂടി ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ വിസ്തരിച്ച് പറയാം. ഞാൻ എത്തിയിരിക്കുന്നത് ഏകദേശം 9 മണിക്കാണ്. 9 മണിക്ക് എത്തിയപ്പോൾ പിന്നെ ഖാദിയാർ ഖാനെ അദ്ദേഹത്തിൻ്റെ ബന്ധുവീടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിൽ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മരിച്ച ഒരാളെ കാണുമ്പോഴുള്ള ഒരു സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ഇതുണ്ട്, കടമയുണ്ട്. ആ കടമ ഞാൻ നിർവഹിച്ചു. അതായത് ഞാൻ സല്യൂട്ട് ചെയ്തു. ആ സല്യൂട്ട് ചെയ്തപ്പോൾ ഫോട്ടോയാണ് പിറ്റേത്തെ പത്രങ്ങളിൽ അധികം വന്നത്. തീർച്ചയായും ഞാൻ അടക്കമുള്ളവർ കണ്ട ഒരു സംഭവം. ആ സല്യൂട്ട് ചെയ്തതിന് ശേഷം അവിടെയുള്ള പിന്നെ SIM-CIനോടൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ SIM-CI ഒക്കെ പറഞ്ഞു ഇത് പിന്നെ സംശയങ്ങൾ ഒന്നും ഇപ്പോൾ പെട്ടെന്ന് കാണുന്നില്ല സാർ, നമുക്ക് അതിനെ ഇൻക്വസ്റ്റൊക്കെ പിന്നെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്ക് പോകാം. അപ്പോൾ ആ സമയത്താണ് എന്നോട് പിന്നെ അവിടുത്തെ പിന്നെ 1-2 നേതാക്കന്മാർ, നമ്മുടെ ചെർക്കുളം അബ്ദുള്ള സാഹിബ് തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്, അവിടെ കുറച്ച് നേതാക്കന്മാരുണ്ട്, അബ്ദുള്ള സാഹിബിനെ നിങ്ങളൊന്ന് കാണണം എന്ന് പറയുന്നത്. ഓ കാണാമല്ലോ എന്ന് പറഞ്ഞു. ഞാനും ബാക്കിയുള്ള പോലീസ് ഓഫീസർമാരൊക്കെ. അന്നത്തെ അഷ്റഫ് ആയിരുന്നു. ഞങ്ങൾ പിന്നെ ചെർക്കുളം അബ്ദുള്ള സാഹിബിൻ്റെ അടുത്ത് പോയി. ചെർക്കുളം അബ്ദുള്ള സാഹിബ് പറഞ്ഞു എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ചോദിച്ചു. അത് പറഞ്ഞു എങ്ങനെയാണ് ഇൻക്വസ്റ്റ് ചെയ്യണം, ബാക്കിയുള്ള പിന്നെ നടപടിക്രമങ്ങൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് പിന്നെ ഖാദിയല്ലേ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ലേ, നിങ്ങൾക്ക് ഇൻക്വസ്റ്റ് മാത്രം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം ഇല്ലാണ്ട് ഒഴിവാക്കി തരാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചു. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം അത് കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊരിക്കലും നടക്കില്ല. അത് കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരിച്ചിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ഇല്ലാണ്ട് പുറത്തു കൊണ്ടുവരാന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. ഞങ്ങൾ ചെയ്യുന്നതും നിങ്ങളും ചെയ്യുന്നതും അത് വലിയ തെറ്റാണ്. ചെർക്കുളം ആവശ്യപ്പെടുകയുണ്ടായി പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറയാൻ വേണ്ടി. പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് ചെർക്കുളം മാത്രമല്ല അവിടെയുള്ള പിന്നെ മറ്റു നേതാക്കന്മാരും അതേ അഭിപ്രായത്തോടെ തന്നെയാണ് എന്നോട് സംസാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു അത് നടക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു. അത് നടക്കില്ല. അത് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും, ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് ഇതേപോലെ തന്നെ ഇവിടെ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്കത് പോസ്റ്റ്മോർട്ടം ചെയ്തു വിടുക ഇല്ല, പറ്റില്ല. ഞങ്ങളുടെ പോലീസ് സർജൻ, അത് പെരിയാർ മെഡിക്കൽ കോളേജിലെ ഞങ്ങളുടെ പോലീസ് സർജനുള്ളൂ, നമുക്ക് പെരിയാരത്തേക്ക് മാറ്റാം. അവിടെ വളരെ നല്ല രീതിയിൽ ഏറ്റവും പിന്നെ വിശ്വസ്തതയുള്ള ഒരു പോലീസ് സർജനാണ് നമുക്കുള്ളത്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കാം. നമുക്ക് അതിൻ്റെ മരണകാരണം വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലെത്തണമെങ്കിൽ അദ്ദേഹം തന്നെ അത് ചെയ്യണം, പോലീസ് സർജൻ തന്നെ ചെയ്യണം. അങ്ങനെ അതിനൊരു തീരുമാനമായി. ഞങ്ങൾ ഇതേപോലെ തന്നെ അവിടുന്ന് പെരുകയാണ്. ആ സമയത്ത് ഇതേപോലെ തന്നെ ഞങ്ങൾ SCAയും SIയും ഒക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് RDO ശ്രീധരഭട്ട് ഞാനത് കണ്ടിരുന്നു, അദ്ദേഹം അവിടെ എത്തുന്നത്. ഞങ്ങളൊക്കെ കൂടി ഇതേപോലെ ചെമ്പരിക്ക ഖാദിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ എത്തുന്ന സമയത്ത് പിന്നെ അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട് ഒരു സൈഡ് പൂട്ടിയിട്ടുണ്ടായിരുന്നു, മറ്റേ സൈഡ് ഇതേപോലെ തന്നെ അവർക്ക് ഉള്ളിൽ തുറക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മറ്റേ തുറക്കുകയും ചെയ്തു. നമ്മുടെ പിന്നെ ആ പൂട്ട് ഒരു ആരോപണത്തിൽ പൂട്ട് ഇതേപോലെ തന്നെ പോലീസ് ഫിംഗർ പ്രിൻ്റ് വരുന്നതിന് മുമ്പ് പൊട്ടിച്ചു എന്നുള്ളതാണ് ഒരു ആരോപണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പ്രൊറോഗറ്റീവിൽപ്പെട്ടതാണ് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുള്ളത്. പൂട്ടിപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാലും പൊട്ടിച്ചെടുത്തതായി കഴിഞ്ഞാലും അതിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുക അത് കൈ വെച്ചവൻ്റെ, അതായത് പോലീസുകാരനാണോ അത് പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ച് പിന്നെ നിന്നാൾ, അയാളുടെ എലിമിനേഷൻ പ്രിൻ്റാണ് ആദ്യം എടുക്കുക. അതായത് അയാളുടെ പ്രിൻ്റ് അതിനകത്ത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ എലിമിനേഷൻ പ്രിൻ്റ് എടുത്ത് അയാളതും അതിൽ പിന്നെ മറ്റ് പതിഞ്ഞിട്ടുള്ള പ്രിൻ്റുകളാണ് എടുക്കുക. അതുകൊണ്ട് എപ്പോൾ അത് പൊട്ടിച്ചാലും എപ്പോൾ കിട്ടിയാലും ആ ഒരു പ്രൊസീജിയർ മാത്രമേ അതിനകത്തുള്ളൂ. അത് പിന്നെ അത് എപ്പോൾ പൊട്ടിക്കണമൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. ഒരു SI പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായാൽ അയാൾ തീരുമാനമാണ് ആ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആ സമയത്താണ് നമ്മുടെ പിന്നെ ഇതേപോലെ SP ശ്രീ പ്രകാശ് എന്നെ വിളിക്കുന്നത്. അതിന് കുറച്ച് മുമ്പ്, ഞാൻ അവിടുത്തെ കുറച്ച് മുമ്പ് ആ കാര്യത്തിൻ്റെ ഗൗരവം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ്, ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കിത് പിന്നെ കേസ് പിന്നെ പോസ്റ്റ്മോർട്ടത്തിനായി പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് അയക്കണം, പെരിയാർ മെഡിക്കൽ കോളേജിൽ അത് ചെയ്യുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഓക്കെ. അവിടെ ലോ ആൻഡ് ഓർഡർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലോ ആൻഡ് ഓർഡർ ഇപ്പോൾ ഒന്നുമില്ല, പക്ഷേ ടെൻസാണ്, ആൾക്കാരുടെ മുഖത്തെല്ലാം വല്ലാതെ ഒരു വേവലാതിയും പ്രശ്നങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് ആൾക്കാർ. കീഴൂർ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പലതവണ ഇടപെട്ട ഒരു സ്ഥലമാണ്.
ലോ ആൻഡ് ഓർഡർ ഇതേപോലെ തന്നെ ഉണ്ടായ സ്ഥലമാണ്, ഹിന്ദു മുസ്ലിം വൈരാഗ്യം ഉണ്ടായ സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് അറിയാം, ആ സെൻസിറ്റീവ്നെസ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ സാറ് പറഞ്ഞു എന്നോട്, എന്നാൽ പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ പോലീസുകാരെ അങ്ങോട്ട് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കൂടുതൽ പോലീസുകാർ അദ്ദേഹം അയക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് ഞങ്ങൾ ഇതേപോലെ പിന്നെ ഹാദിയുടെ വീട്ടിൽ പിന്നെ അയാളുടെ റൂം ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറുന്നു. ഞാനുണ്ട്, RDO ഉണ്ട്, CI ഉണ്ട്, SI ഉണ്ട്, എല്ലാവരും. കുറച്ച് പിന്നെ പത്രക്കാർ അവിടെ എത്തിയിരുന്നു. ഞാൻ പോലീസുകാരോട് പറഞ്ഞു അവർ പത്രക്കാർ ഇതിനകത്ത് കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കയറുന്നത്. അവിടെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു ഡയറിനകത്ത് ഒരു ചെറിയ കടലാസ് തുണ്ട് കിട്ടി. ആ തുണ്ട് ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ RDO അത് കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ച് എന്നോട്, ഞാൻ RDOക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ആ ഒരു ഫോട്ടോ ഇതേപോലെ തന്നെ പത്രത്തിൽ വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ബുർദ ബൈത്തിൻ്റെ ശകലങ്ങളാണെന്ന് അദ്ദേഹം അവിടെയുള്ള അവരെ പിന്നെ ബന്ധുക്കൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ആ പറച്ചലിൽ അവർക്ക് ഇതേപോലെ തന്നെ വലിയ വിഷമമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനത് പിന്നെ ആത്മഹത്യ കുറിപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്തതാണെന്നുള്ള ഒരു ആരോപണം അതിനകത്ത് വന്നിരുന്നു. സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല. അത് ഞങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തതല്ല. ബുർദ ബൈത്താണെങ്കിൽ നമുക്ക് പരിശോധിക്കാം, അത് പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യാം എന്നുള്ള നിലയിലാണ് ഞാനത് പറഞ്ഞത്. അത് പരിശോധിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ അത് അവർ ആ രീതിയിലല്ല അത് പിന്നെ എടുത്തത്. അത് കഴിഞ്ഞ് അവിടുത്തെ പിന്നെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് പിന്നെ CIനോട് പറഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തോളൂ, SP പറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ, ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ വേണം അതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തോളൂ.